വൺ പീസ് ചാപ്റ്റർ 1164 ലളിതമായ വിവരണം. ഗോഡ്വാലി സംഭവത്തിന്റെ പഴയ കഥയാണ് ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സമയം ഇമുവിന്റെ ഭയങ്കര ശക്തിയായ ഡോമി റിവേഴ്സി കാരണം റോക്സ് ഡി. സിബക്കിന് പൂർണ്ണമായി സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അദ്ദേഹം ചിറകുകളുള്ള ഒരു വലിയ രാക്ഷസനായി രൂപാന്തരം പ്രാപിക്കുന്നു. ദ്വീപിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കാനാണ് ഇമു ഈ രാക്ഷസനോട് ആജ്ഞാപിക്കുന്നത്. ശക്തി കൂടുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്ത റോക്സ് ഉടൻ തന്നെ തന്റെ മുൻ കൂട്ടാളികളായ കൈഡോയെയും ബിഗ് മമ്മിനെയും എളുപ്പത്തിൽ തോൽപ്പിക്കുന്നു. ഈ വലിയ ശക്തിവ്യത്യാസം വ്യക്തമായി കാണിക്കുന്ന രംഗങ്ങളുണ്ട്. ഈ കൊടുംനാശത്തിനിടയിൽ ഒരു വലിയ രഹസ്യം കൂടി വെളിപ്പെടുന്നു. പഴയകാലത്തെ കടൽക്കൊള്ളക്കാരനായ ഡേവി ജോൺസാണ് മുൻപ് ലോകത്തിന്റെ രാജാവായിരുന്നതെന്ന് റോക്സ് ചിന്തിക്കുന്നു. ഇത് വിൽ ഓഫ് ഡിയുമായി ബന്ധപ്പെട്ട വളരെ പഴയ കാര്യമാണ് എന്ന് സൂചന നൽകുന്നു. ഇതൊക്കെ കാണുന്ന ബാർത്തലോമിയോ കുമ തന്റെ ഡെവിൾ ഫ്രൂട്ട് ശക്തി ഉപയോഗിച്ച് ഒരു നല്ല കാര്യം ചെയ്യുന്നു. എറിസിനെയും ബ്ലാക്ക് ബേർഡിന്റെ അമ്മയായിരിക്കാം മാർഷൽ ഡി. ടീച്ചിനെയും അദ്ദേഹം ദ്വീപിൽ നിന്ന് വേഗത്തിൽ പുറത്തേക്ക് തെറിപ്പിച്ച് രക്ഷിക്കുന്നു. അവസാനമായി രാക്ഷസരൂപത്തിലായിരുന്നിട്ടും റോക്സിന് തന്റെ ബോധം ചെറുതായി തിരികെ കിട്ടുന്ന ഒരു നിർണായക നിമിഷമുണ്ട്. അദ്ദേഹം തന്റെ പ്രധാന എതിരാളികളായ ഗോൾഡി, റോജറിനോടും മങ്കി ഡി. ഗാർപ്പിനോടും തന്നെ കൊന്നുകളയാൻ ആവശ്യപ്പെടുന്നു. ഈ അപേക്ഷയോടെയാണ് ചരിത്രത്തിൽ ഇടം നേടിയ റോജർ ആൻഡ് ഗാർപ്പ് വേഴ്സസ് റോക്സ് ഡി. സിബക്ക് എന്ന യുദ്ധം തുടങ്ങുന്നത്.